It's me, Gopikrishna. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എമ്മയുടെ ഒരു ഷോറൂമിലാണ്, ഒരു പ്രിഫേർഡ് പാർട്ട്ണർ ഷോറൂമിലാണ് ചെങ്ങന്നൂർ. അപ്പോൾ നമ്മൾ K20pro അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്, ലൈവ് അൺബോക്സിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ ഷോറൂമിലോട്ട് വന്നു. ഷോറൂമിലെ കാഴ്ചകളൊക്കെ നമുക്ക് നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ആ ഷോറൂമിലോട്ട് കയറുന്നു. അപ്പോൾ നമുക്ക് ഫോൺ ചോദിച്ച് അൺബോക്സ് ചെയ്യാം. കമോൺ ഗൈസ്, അപ്പോൾ നമുക്ക് കയറാം. കമോൺ ഗൈസ്, ഷോറൂം ഗൈസ്. അപ്പോൾ നമ്മൾ എമ്മയുടെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഒത്തിരിയധികം ടി വിസിൻ്റെ ഒത്തിരിയധികം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് ഗൈസ്, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ കിട്ടിയിരിക്കുകയാണ്. കടയൊക്കെ കാണിച്ചു കൊടുത്തേ. നമ്മുടെ ടി വി കളക്ഷൻസും അതിൻ്റെ എമ്മയുടെ ഗാഡ്ജറ്റ്സും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് വിഷ്വലായിട്ട് കാണാം. അതിന് നമുക്ക് നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ K20pro, Redmi K20pro. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. ആദ്യത്തേത് കാൽക്കോം സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സർ, 48 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, ട്രിപ്പിൾ റിയർ ക്യാമറ, 20 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് ക്യാമറ, അമോ LED ഡിസ്പ്ലേ വിത്ത് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. അടിപൊളി ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ അൺബോക്സിങ്ങിന് മുമ്പ് പുതിയ കത്തിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് ജസ്റ്റ് അങ്ങ് മുറിക്കുക. സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഗൈസ്. ഇതിൻ്റെ രക്ഷയില്ല, നമുക്ക് കാണാം ഇതിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ നമ്മൾ ഫോൺ മുറിച്ചിരിക്കുന്നു, നമ്മളിതാ എടുക്കുന്നു. എന്തോ ഒരു എടുക്കാൻ വരാത്ത. ഓക്കെ വാ, കമോൺ, യാ ഗോട്ട് ഇറ്റ്. ഇതാണ്ട് അതിൻ്റെ അകത്ത് ഐ തിങ്ക് കേസാണെന്ന് തോന്നുന്നു. കേസ് സാധാരണ എല്ലാത്തിനകത്തും കാണുമല്ലോ. നോക്കട്ടെ. യാ ഗൈസ്, കേസ് തന്നെ, അതും ബ്ലാക്ക് കളർ. വാവ്, ബ്ലാക്ക് കളർ കേസാണ് നമുക്ക് K20proയിലൂടെ കിട്ടുന്നത് ഗൈസ്. ഇതിനകത്ത് സാധാരണ ഫോൺസിനകത്തൊക്കെ ട്രാൻസ്പെറൻറ്റ് വൈറ്റ് കളറാണ്. ഇത് ഫൈബറിൻ്റെ ബ്ലാക്ക് ആണ്. ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് നൽകുന്നു. സോ കൂൾ. ഓക്കെ, ജസ്റ്റ് അടുത്ത് നമുക്ക് ഫോണിൻ്റെ അകത്ത് ബാക്കി പാക്കറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോൺ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ വരാം. ഓക്കെ, അപ്പോൾ പാക്കറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ചാർജർ ഗൈസ്. ചാർജറിനകത്ത് നമുക്ക് 18 watt ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ വേറൊരു സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് 27 watt വരെ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഡിവൈസാണ് നമ്മുടെ K20pro. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, എമ്മയുടെ സ്റ്റോറിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഡേറ്റ കേബിളാണ്. നല്ല ടൈപ്പ് സി ആയിട്ടുള്ള ഡേറ്റ കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചാർജർ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു മൈനസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹെഡ്ഫോൺ വന്നിട്ടില്ല എന്നുള്ളത് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിന് ഒരു മൈനസ് പോയിൻ്റ് തന്നെയാണ് ഗൈസ്. വാ, അടിപൊളി ഡിസൈൻ ഗൈസ്. നല്ല അടിപൊളി ബ്ലൂ ഗ്രേഡിയൻ്റ് കളറാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഫോണൊന്ന് ഇനി ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ റെഡ്മിയുടെ ലോഗോ കാണിക്കുന്നുണ്ട്. റെഡ്മി ബൈ Xioami ഇപ്പോൾ കാണിക്കുന്നു. രക്ഷയില്ലാത്ത ഡിവൈസ് ഗൈസ്. അടിപൊളി പക്ക ഡിസൈൻസ്. എന്താ ഗൈസ്, പൊളി. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ടിങ്ങിനകത്ത് ചോദിക്കുന്നു, ലാംഗ്വേജസ് ഒക്കെ ചോദിക്കുന്നു. ലാംഗ്വേജസിനകത്ത് ഇംഗ്ലീഷ് കൊടുത്തു. വേറെ റീജിയൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യക്ക് ഓക്കെ, നമ്മൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നു. ഇന്ത്യ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ വൈഫൈ ഞാൻ സ്കിപ്പ് അടിക്കും തൽക്കാലം. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചോദിക്കുന്നു ഗൂഗിളിൻ്റെ. ഞാൻ ഓക്കെ അടിച്ചു. ഇൻസ്റ്റാറ്റ് സിം എല്ലാം സ്കിപ്പ് അടിച്ചു വിടുകയാണ്. അപ്പോൾ ഞാൻ സിം ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൂഗിൾ സർവീസസിൻ്റെ എഗ്രിമെൻ്റൊക്കെ ചോദിച്ചിരിക്കുന്നത് എല്ലാം അക്സെപ്റ്റ് കൊടുത്തുവിട്ടിരിക്കുന്നു. ആഡ്സിനൊക്കെ ആയിരിക്കും. ആഡ്സ് കാണും. അപ്പോൾ ഫോണൊന്ന് ബൂട്ടാവാൻ ഇച്ചിരി സമയം എടുക്കും. പാസ്വേഡൊക്കെ സ്കിപ്പ് അടിച്ചു. അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് നോക്കാം. എല്ലാം സ്കിപ്പ് അടിച്ചു. കമോൺ. തീമൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റെഡ് ഗ്രേഡിയൻ്റ് തീം കൊടുത്തു. K20യുടെ തന്നെ അടിപൊളി ഒരു തീമുണ്ട് ഗൈസ്. പക്കാ പൊളിയാണ്. അപ്പോൾ ഇതെടുക്കാൻ ബൂട്ടെടുക്കാൻ ഇച്ചിരി താമസം എടുക്കും. ലോഡിങ് ആപ്സൊക്കെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ഗൈസ്. നമുക്ക് അൺഇൻസ്റ്റാൾ കളയാൻ പറ്റും. അതൊരു പ്രത്യേകത. കുറേ ആപ്ലിക്കേഷൻ MI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാത്തപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ഒന്നല്ല, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. അതൊരു നല്ല കാര്യം. കാരണം സാധാരണ വേറെ ഫോൺസിനകത്തൊക്കെ കമ്പയർ നോക്കുമ്പോൾ ചില ആപ്ലിക്കേഷൻ ഒന്നും കളയാനേ പറ്റത്തില്ല. നമുക്ക് യൂസ് ഇല്ലെങ്കിൽ പോലും അതിനകത്ത് കളയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫോണിൻ്റെ ബഡ്ജറ്റ് റേഞ്ചൊക്കെ വന്ന് പക്കാ ക്വാളിറ്റി ഗൈസ്. ഈ ബഡ്ജറ്റിനൊത്ത ഫോൺ തന്നെ ഗൈസ്. 32,000 ഉള്ളിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോൺ K20pro. നൈസ്. വെയിറ്റിംഗ് കമോൺ. ബൂട്ടായി ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ സംഭവം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്തോ അതിനകത്ത് വരുന്നത്
പൊളി. ഫോണാണ് ഗൈസ്, പൊളിച്ചു അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ എന്തോ ആദ്യം നോക്കണ്ടേ? ആദ്യം നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയി നോക്കാം. സെറ്റിങ്സ് കമോണിയ സെറ്റിങ്സ് എന്ത് ഗൈസ്? സെറ്റിങ്സ് കണ്ടോ? അതുകൊണ്ട് കിടക്കുന്നു സെറ്റിങ്സ് കമോണിയ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ എബൌട്ട് ഫോൺസിനകത്തൊക്കെ നോക്കാം. എബൌട്ട് ഫോൺസിനകത്ത് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ റെഡ്മി ഇതെന്ന് പറയുന്നത് 8GB വേരിയൻ്റ് ആണ്. 8GB 256 ആണ് ഇതിൻ്റെ റോം കപ്പാസിറ്റി. ഇൻ്റർണൽ സ്പേസ് 256 ഗൈസ്. എന്താണ് ഗൈസ് ഈ പ്രൈസ് റേഞ്ചിൽ പൊളിയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പേസ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 9 പൈയിലാണ് ഇത് ഓടുന്നത്. അങ്ങനെയുള്ള കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഗൈസ്. അതിന് സാർ വാല്യൂ 1.98 ഉള്ളൂ, കുറവാണ്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാധാരണ മറ്റേ A1 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല കുറവാണ് ഗൈസ്. ഇന്ത്യക്കാർക്കൊക്കെ നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സെറ്റിങ്സ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഫേസ് ലോക്ക് എന്ന് പറയും പക്കാസ് ഫീച്ചേഴ്സിൻ്റെ കൂമ്പാരാണ് ഗൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് 1 UI സാംസങ്ങിനാണ്. ഇതിൻ്റെ ഒരു MI UI 10 ആണ്. MIയുടെ തന്നെ UI 10 ആണ് ഇതിനകത്ത് സപ്പോർട്ട് ആകുന്നത്. ഉടനെ തന്നെ അപ്ഡേഷൻ വരും. ഇപ്പം തന്നെ അപ്ഡേഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്നില്ല അപ്ഡേഷൻ. പിന്നെ ഇതിനകത്ത് കൂളറുണ്ട് ഗൈസ്. ഈ ഫോൺ ചൂടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തണുപ്പിക്കാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗസ്റ്ററിൻ്റെ വന്നിട്ട് പൊളിയാണ് ഗൈസ്. ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് തന്നെ, ഫുൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് അടിപൊളിയാണ്ട്. ഗസ്റ്റർ വന്നു കഴിഞ്ഞു ഗൈസ്, കണ്ടോ പൊളിയല്ലേ? ആഹാ നൈസ്. എന്ത് ലുക്ക്, ഫുൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് പോപ്പപ്പ് ക്യാമറയും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഗസ്റ്റർ വർക്ക് ആവുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ തൽക്കാലം ഗസ്റ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് നോർമൽ മോഡിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് പിന്നെ ഒന്ന് കഴിയുമ്പോൾ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട്. നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത. MIക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നൽകുന്ന നല്ലൊരു ഫോണാണ് ഗൈസ് റെഡ്മി. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് ക്യാമറയിലോട്ട് പോകാം. ക്യാമറ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കണ്ട് നല്ല അടിപൊളി 48 മെഗാ പിക്സലിൻ്റെ നല്ലൊരു ക്ലാരിറ്റി പ്രൈമറി ലെൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല സൂമിങ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല പക്ക നമ്മൾ നേരിട്ട് കാണുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. സത്യം പറയുന്നത് നല്ല ഗ്രെയിൻസ്. സാധാരണ ഈ നൈറ്റ് മോഡിലൊക്കെ ഗ്രെയിൻസ് ഒക്കെ കാണാറുണ്ട്. ഈ ഗ്രെയിൻസ് ഒട്ടും തന്നെ ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എൻ്റെ വൈഡ് ആംഗിളാണ് ഗൈസ് കാണുന്നത്. മൂന്നാമത്തെ ക്യാമറ വൈഡ് ആംഗിൾ അല്ല, 3 ടൈപ്പിലുള്ള വൈഡ് ആംഗിൾസ് ഉണ്ട്. 121 ഡിഗ്രി വരെ നമുക്ക് പക്ക വൈഡ് ആംഗിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 48 മെഗാ പിക്സലിൻ്റെ ക്ലാരിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോർട്രേറ്റ് ഉണ്ട്. പോർട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് മോഡ്, ഒത്തിരി ഫീച്ചേഴ്സ് ക്യാമറയിൽ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് പനോരമ, പ്രോ മോഡിലൊക്കെ ഫോട്ടോ എടുക്കുവാണെങ്കിൽ പക്ക ക്ലാരിറ്റിയോടെ തന്നെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ മോഡ് വരുവാണെങ്കിൽ ഷോർട്ട് വീഡിയോ, സ്ലോ മോഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെ, ഏറ്റവും കൂടിയ ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് സെൽഫി എനിക്ക് ഇഷ്ടപ്പെട്ട് പോപ്പപ്പ് ആണ് ഗൈസ്. അടിപൊളി കണ്ടാ, നൈസല്ലേ? പോപ്പപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് ഗൈസ്. റെഡ്മിയുടെ ആദ്യത്തെ പോപ്പപ്പ് ക്യാമറയുള്ള ഫോണാണ് റെഡ്മി K20pro. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. ഒട്ടും തന്നെ ലാഗില്ല. അത് 1 സെക്കൻഡ് വേണ്ട, 0.5 സെക്കൻഡ്സിലൊക്കെ അടിപൊളിയായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ക 20 മെഗാ പിക്സലിൻ്റെ അടിപൊളി നല്ല സെൽഫി ക്യാമറയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഞാൻ പല ടൈപ്പിലുള്ള സെൽഫി എടുത്ത് നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് സെൽഫി. ഞാൻ സെൽഫി പോപ്പപ്പ് എടുത്ത് അടിപൊളിയാണ്. കണ്ടോ, നിൽക്കുന്നു, ബാക്ക് ഇരിക്കുന്നു, 0 ജസ്റ്റ് സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിൽ പോപ്പപ്പ് അടിപൊളിയാണ്. കണ്ട സുന്ദരനെ കണ്ട. അപ്പോൾ അതാണ് ഗൈസ് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രധാന ഒരു പോയിൻ്റ്, പോപ്പപ്പ്. അത് പോപ്പപ്പ് പ്രത്യേക നോട്ടിഫിക്കേഷൻ ലൈറ്റൊക്കെ നമുക്ക് മണ്ടയ്ക്ക് കത്തുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഒരു ബ്ലൂ കളർ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഇതിൻ്റെ ഫയൽ മാനേജറിൻ്റെ സ്പേസും കപ്പാസിറ്റിയൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഫയൽ മാനേജർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8GB RAM ആണ് തന്നെ. ഒട്ടും ഉടനെ ഒന്നും ഹാങ് ആവത്തില്ല. ഉടനെ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലൊന്നും ഹാങ് ആവത്തില്ല. പിന്നെ ഇതിൻ്റെ സ്പേസ് ഞാൻ പറഞ്ഞ 256 ആണ്. നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയി കൈ കിട്ടുന്നത് മേ ബി 219 ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ബാക്കി ഇൻറ്റേർണൽ സ്പേസ് ആയിട്ട് അവരങ്ങ് എടുക്കും. കുറേ ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നല്ല കുറച്ചുകൂടെ സ്പേസ് കിട്ടും. അതാണ് അതിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിലുള്ള പറയാനുള്ളത്. ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ പക്ക ഫുൾ HD ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ ആണ് ഗൈസ്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പക്ക ലുക്കാണ്. പിന്നെ ക്യാമറ ഭാഗത്ത് വരുവാണെങ്കിൽ ഗൈസ് പ്രൈമറി ലെൻസ് കണ്ട കിടന്ന് മിന്നുന്നുണ്ട്. അതാണ് പ്രൈമറി ലെൻസ് കണ്ട, നൈസല്ലേ? ആ പ്രൈമറി ലെൻസും ആ ഡെപ്ത് സെൻസും വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ പൊളിയാണ് ഗൈസ്. അതിനെ കുറിച്ച് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേ ഭാഗത്തും ലുക്കിൻ്റെ കാര്യത്തിലും ഒരു വിറ്റ് വോയിസില്ല ഗൈസ്. പൊളി എന്ന് പറഞ്ഞാൽ പക്ക പൊളി.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് പൊതുവേ മിക്ക സാംസങ്ങിൻ്റെ ഒക്കെ A50 ആണെങ്കിൽ ഭയങ്കര സ്ലോ ആണ് ഗൈസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റെഡ്മിക്കകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്പീഡൊക്കെ നോക്കാം. അപ്പോൾ ഒരു ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് കൊടുത്തു. ഒരു 200 വട്ടം നമ്മൾ കൈ വെച്ച് നോക്കണം പല ആംഗിൾസിൽ, എന്നാലല്ലേ അവർക്ക് കറക്റ്റായിട്ട് അവർക്കത് ആക്യുറേറ്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്കത് തിരിച്ചൊരു ഇത് തരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈ പല പൊസിഷനിൽ വെച്ച് കൊടുക്കണം, ചരിച്ച് വെക്കണം. ഞാൻ ഇടയ്ക്ക് ചൂണ്ടുകളിലൊക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കണം. ഏകദേശം ആവാറായിരിക്കുന്നു. പല പൊസിഷനിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡ് സാധാരണ എല്ലാ ഫോൺസിലും സ്ലോ ആണ്. നമുക്ക് റെഡ്മിയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്പീഡ് ഉണ്ടോ ഇല്ലേ എന്ന്. വാ, സൂപ്പർ ഗൈസ്, പക്കാ സ്പീഡ്. സെക്കൻഡ്സ് 0.0 സെക്കൻഡ്സിന് വ്യത്യാസത്തിൽ അടിപൊളിയായിട്ട് അൺലോക്ക് ആവുന്നുണ്ട് ഗൈസ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അടിപൊളി. കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടു ജസ്റ്റ് ഒരു ആനിമേഷൻ പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാവുകയാണ് ഗൈസ്. ഇൻ ഡിസ്പ്ലേ പൊളിച്ചു. അപ്പോൾ അതിൻ്റെ ക്യാമറ ബേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസാണുള്ളത്. അത് കഴിഞ്ഞുള്ളതാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട് ഗൈസ്. 13 മെഗാ പിക്സലിൻ്റെ. അത് കഴിഞ്ഞ് നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, അത് നമുക്ക് ഈ ഡെപ്ത് സെൻസറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ മൊത്തം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. K20proയ്ക്ക് അതെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സാധാ എൻ്റെ വൈഡ് ആംഗിൾ യൂസ് ചെയ്തെടുത്ത ഫോട്ടോയാണ്. ഇത് ഞാൻ പോർട്രേറ്റ് യൂസ് ചെയ്തെടുത്ത ഫോട്ടോ. ഇനി അടുത്തത് നമ്മുടെ പോപ്പപ്പ് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഫോട്ടോയാണിത്. ഫോണിൻ്റെ മൊത്തം ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ സ്പീക്കർ ഗ്രില്ലും ചാർജിങ് പോർട്ടും, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പവർ ബട്ടൺ ലഭിക്കുന്നുണ്ട്. പിന്നെ വോളിയം റോക്കേഴ്സ്, മണ്ടയ്ക്കാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക്. ലെഫ്റ്റ് സൈഡിലൊന്നും കാണാനില്ല ഗൈസ്. ബാക്ക് ഗ്രേഡിയൻ്റ് ഫിനിഷിങ് ലുക്കുള്ള പൊളിച്ച് കാണുമ്പോൾ ഒരു മനസ്സിനൊരു അടിപൊളി ഫീലിംഗ് ആണ് ഗൈസ് കിട്ടുന്നത്. ഒരു രക്ഷയില്ലാത്ത ഗൈസ്. നമുക്കിനി ഇതിൻ്റെ സിം ട്രേ ഒന്ന് തുറന്ന് നോക്കാം. സിം ട്രേ എങ്ങനെ ഉണ്ടെന്ന്. ബാക്കിലാണ്, ചാർജറിനോട് ചേർന്നാണ് അതിൻ്റെ സിം ട്രേ ഉള്ളത്. സിം ട്രേ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ്. 2 ഡ്യുവൽ സിം നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ട്രിപ്പിൾ കാർഡ് ഒന്നുമില്ല. SD കാർഡ് ഇട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു രക്ഷയില്ല. ഫിംഗർ പ്രിൻ്റ് കണ്ടാ പൊളിക്കല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റെഡ്മി K20pro. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ വന്നിരിക്കുന്നത് MIയുടെ ഒഫീഷ്യൽ ഒരു ഷോറൂമിലാണ്. ഇത് ചെങ്ങന്നൂരാണുള്ളത്. ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പേഴ്സ് എല്ലാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓണമൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഓണത്തിന് ഫോൺ എടുക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ കാണും. അപ്പോൾ അവർക്ക് നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ഫോൺ എടുത്താൽ എന്തൊക്കെ ഓഫറാണെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഓഫറൊക്കെ പറഞ്ഞു. നമുക്ക് ഈ മാസം 21 തൊട്ട് അടുത്ത മാസം 21 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് 6 months സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി. അത് മാത്രമല്ല, ഈ മാസത്തിനുള്ളിൽ എടുക്കുന്നവർക്ക് എല്ലാ ദിവസവും നമുക്ക് നറുക്കെടുപ്പുകളുണ്ട്. ആ നറുക്കെടുപ്പിൽ ബമ്പർ പ്രൈസായിട്ട് 49 ഇഞ്ച് TV ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ ഓണം ഓഫറായിട്ട് Xioami ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ ഷവമിയുടെ ഒഫീഷ്യൽ സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ചെങ്ങന്നൂരുള്ള. വേറെ ഈ ലൊക്കാലിറ്റിയിലൊന്നും ഒഫീഷ്യൽ സ്റ്റോറില്ലല്ലോ, ചെങ്ങന്നൂർ ഒരെണ്ണം. അപ്പോൾ പറഞ്ഞുള്ളൂ. ബാക്കി നമ്പേഴ്സും കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അവിടെ വെച്ച് ലാസ്റ്റിലത്തെ ആ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിരുന്നത്. അവിടെ ഭയങ്കര റഷായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു, കച്ചവടത്തിൻ്റെ ഒക്കെ. അപ്പോൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ K20proയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും വാങ്ങിച്ചിട്ടുള്ളവർ, ഇനി വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചോട്ടെ. ഓക്കെ, വിചാരിച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്.